നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു ആശയമാണ് ഫുഡ് ഇസ് മെഡിസിൻ എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഹൃദയ സൗഹൃദമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും. ഭക്ഷണം ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഭക്ഷണം, ഒന്ന് വ്യായാമം, മറ്റത് ഉറക്കം. ഭക്ഷണം അന്നം ബ്രഹ്മം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സ് അന്നമാണ്, ഭക്ഷണത്തിലാണ്. ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഇല്ല. പക്ഷേ എന്ത് പറ്റും മനുഷ്യർക്ക്? ആവശ്യത്തിന് കഴിക്കേണ്ടിയിരുന്ന ഭക്ഷണം ഇപ്പം അനാവശ്യത്തിന് കഴിച്ച് മനുഷ്യൻ ഭക്ഷണത്തിൻ്റെ അടിമയായി കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ കേരളത്തിലാണെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ 2015 നടത്തിയ പഠനത്തിൻ്റെ ഫലം. ഏറ്റവും കൂടുതൽ ഇറച്ചി മലയാളി ഇറച്ചികൾ ഇറക്കി മാംസഭക്ഷണത്തിന് അടിമയായിരിക്കുകയാണെന്ന് ഓർത്തോണം. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ മാംസഭക്ഷണം കഴിച്ച് കിടക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരിക എന്നുള്ളത് നമുക്കൊരു സാധാരണ സംഭവമാണെന്ന് ഓർക്കണം. അപ്പം ഭക്ഷണത്തെ ഏറ്റവും നമ്മൾ ഹൃദയ സൗഹൃദമാക്കുക, സമീകൃതമാക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് ചില ചിട്ടകളുണ്ട്, പലതരം ചിട്ടകൾ. എത്രമാത്രം കഴിക്കണം? ആവശ്യത്തിന് മാത്രം. എന്താണ് ആവശ്യം? ആമാശയത്തിൻ്റെ 50% ഖരഭക്ഷണം, 25% ദ്രാവകം, വെള്ളം, ബാക്കി 25% ഫ്രീ ആയിട്ടിടുക. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മൂക്കറ്റം ഭക്ഷണം കഴിക്കാമെന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. 1, 2, 3 കല്യാണങ്ങൾക്ക് നമ്മൾ പോവുകയാണ് ഇപ്പോൾ. ഈ ഭക്ഷണമെല്ലാം ദഹിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടത് ആരാണ്? നമ്മളുടെ ഹൃദയം ആണെന്ന് ഓർക്കണം. നമ്മുടെ ഹൃദയമാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടത്. ഹൃദയം രക്തസഞ്ചാരം, ബ്ലഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഈ പചന പ്രക്രിയ, ഈ ദഹന പ്രക്രിയ സുഗമമായിട്ട് നടക്കുവാനായി അതിന് പിന്നിൽ ഒരു മോട്ടറായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഹൃദയം എന്നോർക്കുക. എത്രമാത്രം കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര പ്രാവശ്യം കഴിക്കണം, ഇതൊക്കെ ഓരോ ചിട്ടകളാണ്, ഭക്ഷണ ചിട്ടകളാണ്. നാം കഴിക്കേണ്ടത് ഒരു 3-4 പ്രാവശ്യം കുറച്ച്. രാത്രിയിൽ സൂര്യാസ്തമനത്തിന് മുമ്പ് നാം അത്താഴം കഴിക്കുക. അതിനുശേഷം കഴിക്കാതിരിക്കുക. വാക്ബടനൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ചരകനും വാക്ബടനൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ്. സൂര്യാസ്തമനത്തിന് മുമ്പ് നാം ഖരഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞ ശേഷം കഴിക്കരുത്. നമ്മളിവിടെ കഴിക്കുന്നത് 11-12 മണിക്കാണ് ബിസിനസ്സും കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുന്നത്. അതിനുശേഷം മരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഭക്ഷണം മരുന്നാണ്. വാസ്തവം പറഞ്ഞാൽ യു ആർ വാട്ട് യു ഈറ്റ് എന്നാണ് പറയുന്നത്. നീ എന്ത് കഴിക്കുന്നു അതാണ് നീ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ നാം കഴിക്കുന്ന ഭക്ഷണമാണ് നാം. നമ്മൾ അശുദ്ധ ഭക്ഷണം, വികലമായ ഭക്ഷണം, അശാസ്ത്രീയ ഭക്ഷണം, അശാസ്ത്രീയമായ സമയങ്ങളിൽ കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾ രോഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭക്ഷണം വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ആദ്യ മനുഷ്യൻ സസ്യബുക്കായിരുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച് സസ്യം കഴിക്കാനാണ്. പക്ഷേ കാലാന്തരത്തിൽ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പോയതുകൊണ്ടാണ് മാംസം കഴിച്ച് തുടങ്ങിയത് തന്നെ. മനുഷ്യൻ പ്രാഥമികമായിട്ട് ഒരു സസ്യബുക്കാണെന്നാണ് ആദ്യ ചരിത്രം പറയുന്നത്. മനുഷ്യൻ്റെ പല്ലുകൾ, ദന്തത്തിൻ്റെ ആ ഘടന പശുക്കളുമായിട്ട് ഒത്തിരി താരതമ്യം ഉണ്ടെന്നാണ് പറയുന്നത്. പുല്ലുകൾ തിരുന്ന പശുക്കൾ. നമുക്ക് കനൈൻസ് ഇല്ല. അപ്പോൾ നമ്മളുടെ ദൈവം, പ്രകൃതി നമ്മളെ വിഭാവനം ചെയ്തിരിക്കുന്നത് സസ്യം കഴിക്കാനാണ്. പക്ഷെ നാം എന്ത് ചെയ്യുന്നു? കലാന്തരത്തിൽ ഒരുപക്ഷെ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പോയതുകൊണ്ടായിരിക്കാം അതിനെ ചെറുത്ത് നിൽക്കാൻ മാംസം കഴിച്ചു തുടങ്ങിയത്. അപ്പം പ്രകൃതിക്കെതിരെ നാം ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ടെന്ന് ഓർക്കണം. അപ്പം നാം കഴിവതും ഇപ്പോൾ സൗഹൃദ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കുറച്ച്, മാംസഭക്ഷണം കുറച്ച്, പച്ചക്കറികൾക്കും പഴങ്ങൾക്കും പ്രാമുഖ്യം കൊടുത്ത് നാം ഹൃദയ സൗഹൃദ ഭക്ഷണം കുറച്ച് ആവശ്യത്തിന് കഴിക്കുക. പല പ്രാവശ്യം, ഒരു പ്രാവശ്യം ഒത്തിരി കഴിക്കാതെ 2, 3, 4 പ്രാവശ്യമായിട്ട് കുറച്ച് കഴിക്കുക. അതായിരിക്കണം നമ്മുടെ ഭക്ഷണ ശൈലി.